ഹലോ, അൻസാറാണ്. ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ജീവിക്കാനുള്ള എക്സ്പെൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ലെവലായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ മാസം ദുബായിൽ ഒരു ബിസിനസ് ഓണറെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അദ്ദേഹം നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ് ഓണറാണ്. ഇപ്പോൾ നേരത്തെ ഒരു ചെറിയ ശമ്പളത്തിന് അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് കുറേ പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു. ഒരു സഹോദരിയെ കെട്ടിച്ചു വിടാനുണ്ട്, വീട് ശരിക്കാകുന്നേ ഉള്ളൂ, അനിയൻ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ സാമ്പത്തിക എക്സ്പെൻസുകൾ അദ്ദേഹത്തിന് ആ സമയത്തുണ്ട്. അദ്ദേഹത്തിന് ആദ്യമുള്ളൊരു ആഗ്രഹമാണ് ഒരു ബിസിനസ് തുടങ്ങണം. അത് ഏത് ബിസിനസ് തുടങ്ങണം, അതെങ്ങനെ തുടങ്ങണം, അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലെ ആശയങ്ങളുണ്ട്. പക്ഷേ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണുള്ളത്. ഈ കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണുള്ളത്. അപ്പോൾ ഇതെന്ത് ഒന്ന് ലെവലായി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ വർക്ക് ചെയ്യാനെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇന്ന് ജോലി ചെയ്തു, വർഷങ്ങൾ ജോലി ചെയ്തു. ഈ പ്രശ്നങ്ങളൊക്കെ ഓരോന്നോരോന്ന് അദ്ദേഹം തീർത്തു, ഫ്രീ ആയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറെ ഒരു ബാക്കിയൊന്നുമില്ല, ബിസിനസ് തുടങ്ങണം, ജോലിയുണ്ട്. അപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തു, ഞാനൊരു 2-3 വർഷം കിട്ടാവുന്ന പരമാവധി പണം എമർജൻസി ആയിട്ട് സേവ് ചെയ്ത് വെക്കും. എല്ലാ പൈസയും സേവ് ചെയ്ത് വെക്കും. ചിലവിന് അത്യാവശ്യം എടുത്തിട്ട് എനിക്കൊരു 3 വർഷം ജീവിക്കാൻ ആവശ്യമായ പണം ഞാൻ സമ്പാദിച്ചു വെക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങും. എൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഞാൻ ഇനി വർക്ക് ചെയ്യും. അങ്ങനെ അന്ന് മുതൽ അദ്ദേഹം ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പ്ലാൻ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ അദ്ദേഹം ആരംഭിച്ചു. എല്ലാ മാസം കിട്ടുന്നതിൽ അത്യാവശ്യം ചിലവിനെടുത്ത പൈസ എടുത്തിട്ട് ബാക്കി പൈസ അദ്ദേഹം സേവ് ചെയ്ത് വെക്കും. അങ്ങനെ 3 വർഷം അദ്ദേഹം അധ്വാനിച്ച് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം അദ്ദേഹം ആ ജോലി രാജിവെക്കും. അപ്പോൾ ആ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തുടങ്ങുകയാണ്. ഇന്ന് അദ്ദേഹം വലിയ സക്സസ്ഫുള്ളായ ഒരു ബിസിനസ് ഓണറാണ് ഇന്ന്. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ ആ 3 വർഷത്തെ എമർജൻസി ഫണ്ട് എടുത്ത് വെക്കണമെന്ന് തീരുമാനിച്ചതാണ് ഇന്ന് എനിക്ക് ഈ കാണുന്ന രൂപത്തിലേക്ക് എനിക്ക് എത്താൻ വേണ്ടി സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് അദ്ദേഹം പറഞ്ഞു. അഥവാ ആ 3 വർഷത്തെ എമർജൻസി ഫണ്ട് തന്ന കോൺഫിഡൻ്റാണ് അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എമർജൻസി ഫണ്ട് ഉണ്ടാകുന്നതുകൊണ്ടുള്ള നേട്ടമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജോലിയിൽ നമ്മൾ ഡെസ്പറേറ്റായിട്ട് ആ ജോലി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ബോസ് ചീത്ത പറഞ്ഞാലും നമ്മൾ ആ ജോലിയിൽ പിടിച്ചു നിൽക്കുന്നത് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഈ കംഫർട്ടായ ഈ ജോലിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടുമോ, ഈ ശമ്പളത്തിലുള്ള ജോലി കിട്ടുമോ, ഇതുപോലൊരു സൗകര്യമുള്ള ജോലി കിട്ടുമോ, ഇതൊക്കെ വിചാരിച്ച് ആ കംഫർട്ട് സോണിൽ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല ഒരു ശതമാനം ആളുകളും. പല ആളുകൾക്കും പല സ്വപ്നങ്ങളുമുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾ എടുക്കാനുള്ള റിസ്ക് ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടം അവർക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം അവർ പിന്നെ ഒരു വലിയ കുടുംബമുണ്ട്, ആ കുടുംബത്തിൻ്റെ ഇതിലുള്ള പ്രാരാബ്ദങ്ങളുണ്ട്. എല്ലാ മാസവും അവർ ചിലവ് കഴിഞ്ഞ് പോകാൻ ഒരുപാട് പണം വേണം. അപ്പോൾ ഈ പണം നാളെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പണം ഒന്നും ഇല്ലെങ്കിൽ കുടുംബം പട്ടിണിയാവും. നമുക്ക് ജീവിക്കാൻ പൈസ ഉണ്ടാവില്ല, വണ്ടിക്ക് എണ്ണ അടിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, വീണ്ടും ഗൾഫിലേക്ക് കയറി വരും, എന്നിട്ട് വീണ്ടും ഒരു ജോലി അന്വേഷിക്കും, സ്വപ്നം അവിടെ കിടക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ പരിഹാരമാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കൊരു 3 മാസത്തെ എമർജൻസി ഫണ്ട് റെഡിയാക്കി വെക്കാം. അപ്പോൾ 3 മാസത്തെ എമർജൻസി ഫണ്ട് റെഡി ആയാൽ അടുത്ത ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തേക്കുള്ള ഫണ്ട് ഉണ്ടാക്കാം. 6 മാസത്തേക്കുള്ള ഫണ്ട് റെഡിയായാൽ 1 വർഷത്തേക്കുള്ള റെഡിയാക്കാം. പിന്നെ അതൊരു 2-3 വർഷം വരെയൊക്കെ നമുക്ക് റെഡിയാക്കാം. നടക്കും എന്നുള്ളതാണ് പല ആളുകളുടെയും ചോദ്യം. നടക്കും, 100% നടക്കും. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, 3 മാസത്തെ ലിവിങ് എക്സ്പെൻസ് മാറ്റി വെക്കുക എന്നുള്ള ഒരു വലിയ കടമ്പ നമ്മൾ കടന്നാൽ മതി. കാരണം എന്താ, നമ്മൾ ഇത്രയും വർഷം ജീവിച്ചിട്ട് നമുക്ക് ഇല്ലാത്തൊരു ശീലമാണ് എന്ത്, പൈസ മാറ്റി വെക്കാറുള്ളൂ. അപ്പം പുതിയ ശീലം തുടങ്ങുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു 3 മാസത്തത് മാറ്റി വെക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ 3 മാസത്തിൽ 6 മാസം വെക്കാൻ പറ്റും, 1 വർഷമാവും, 3 വർഷമാവും. അപ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടായാലൊരു നേട്ടം, നമുക്ക് ഒരു കോവിഡ് വന്നു നമുക്ക് എന്ത് ചെയ്യും? ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്ന സമയത്ത് പല ആളുകളും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഒന്നുമില്ല, ജോലിയില്ല, ശമ്പളമില്ല, പിന്നെ വീട്ടിലേക്ക് ചിലവിന് പൈസ വേണം, ജീവിക്കാൻ പണം വേണം, ഭക്ഷണം വാങ്ങാൻ പണം വേണം, ഒന്നുമില്ല, പരിഭ്രമിച്ചു പോയൊരു കാലഘട്ടമായിരുന്നു അത്. അതേസമയം ആ കാലഘട്ടത്തിലും എമർജൻസി ഫണ്ടിലായ ഉണ്ടായ ആളുകൾ വളരെ കംഫർട്ടബിളായിരുന്നു. അവർക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ജീവിക്കാൻ ആവശ്യമായ
സാമ്പത്തികമായ ചുറ്റുപാട് എനിക്കുണ്ട്. അതിനുള്ള ഫണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അങ്ങനെ എത്ര ആൾക്ക് പറയാൻ കഴിയും? അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ദുരന്തം വന്നാൽ, നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നാൽ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നത് വരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഈ എമർജൻസി ഫണ്ട് നമുക്ക് നൽകും. ഇതാണ് എമർജൻസി ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തത്, നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ട്. അത് ചെയ്യണം, ബിസിനസ് ചെയ്യണം, അതിലൊന്ന് ട്രൈ ചെയ്യണം, ഇതിലൊന്ന് ട്രൈ ചെയ്യണം. ഇതിനൊക്കെ തടസ്സം നമ്മുടെ ബാധ്യതകളാണ്, നമ്മുടെ പ്രാരാബ്ദങ്ങളാണ്. അതേസമയം നമുക്ക് സേവിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ സമാധാനത്തോടുകൂടി ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ, ആ പ്രൊജക്റ്റ് വിജയിക്കുന്നത് വരെ അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് എമർജൻസി ഫണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിലൊരു 2 വർഷത്തെ അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇന്ന് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് ഇറങ്ങി നാളെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കണ്ടെത്താനുള്ള സാവകാശം നമുക്ക് കിട്ടും. അതുവരെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് പറ്റും. ഇതാണ് എമർജൻസി ഫണ്ടിൻ്റെ പ്രത്യേകത. വീണ്ടും മറ്റൊരാശയവുമായി കാണാം. താങ്ക് യു വെരി മച്ച്.